ലഹരി ഉപയോഗം കൊണ്ട് ഇല്ലാതെയാവുന്നത് എത്രയെത്ര ജീവിതങ്ങളാണ്. വരയിട്ട പുസ്തകത്തിൽ കോളം വരച്ച് ലാഭവും നഷ്ടവും എഴുതുമ്പോൾ ലാഭത്തിൻ്റെ കോളത്തിൽ എന്തെഴുതും? ഒരു മൂഡ് ചേഞ്ച്, അതിലപ്പുറം എന്തുണ്ട്? എന്നാൽ നഷ്ടത്തിൻ്റെ കോളം അങ്ങനെയല്ല. ധനം, സമയം, ആരോഗ്യം, ബന്ധങ്ങൾ, പ്രാർത്ഥന, അങ്ങനെ ലഹരിയിലേക്ക് അടുക്കുക എന്നുള്ളത് എളുപ്പമാണ്. എന്നാൽ വിട്ടുപിരിയുക എന്നുള്ളത് വല്ലാത്തൊരു മാനസിക സംഘർഷം തന്നെയായിരിക്കും. ലഹരി തകർത്ത് കളയുന്നത് ജീവിതത്തെയാണെങ്കിൽ അതില്ലാതെയാക്കുന്നത് സ്വപ്നങ്ങളുടെ വലിയ ആകാശങ്ങളെയാണ്. നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമ്മൾ വെറുതെ വിചാരിക്കുകയാണ്. നമ്മളെ മക്കൾ പോകുന്ന ക്യാമ്പസുകൾ, ജോലി ചെയ്യുന്ന ഇടനാഴികളും ഓഫീസ് സ്ഥലങ്ങളും ഒക്കെ ലഹരിയുടെ അംശങ്ങൾ ഉണ്ട് എന്ന് കണക്കുകൾ നമ്മെ ഭീകരമായി തെളിയിച്ചു തരുന്നു. ഒരു MDMA ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ടായിരിക്കും. അവരെ കണ്ണിൽ കളർ വ്യത്യാസമില്ല, അവരുടെ വായിൽ വാസന വ്യത്യാസം വരുന്നില്ല, മദ്യത്തിൻ്റെ മറ്റുള്ള പ്രോബ്ലംസ് ഒന്നുമില്ലാതെയാണ് ഇന്ന് സിന്തറ്റിക് ഡ്രഗ്സ് ഓരോ കുട്ടിയിലും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സൈക്കിളിന് ഒരു മാരുതി 800 എൻജിൻ ഘടിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? അതൊരു പോക്ക് പോകും. അതുപോലെ തന്നെയാണ് ഇന്ന് ഈ അവസ്ഥ. കുട്ടികൾ വളരെ സ്മാർട്ടായി നമുക്ക് തോന്നും. എന്നാൽ ഓർക്കണം, അതിന് അധിക ദൂരമില്ല, വളരെ അടുത്ത് തന്നെ ആയിരിക്കാം അതിൻ്റെ അപകടം വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആയുസ് പോലും കുറഞ്ഞു വരും. വളരെ ഷോർട്ടായിട്ടായിരിക്കും അവരുടെ ലൈഫ് സ്പാൻ കിട്ടുക. അതുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലേക്കുമുള്ള ഒരു ശ്രദ്ധ, ഒരിക്കലും അടുത്തു പോകരുത് എന്നുള്ളൊരു താക്കീത് നമ്മുടെ കുട്ടികളെ മനസ്സിൽ ഉറപ്പിക്കാനുള്ള കരുത്തും അതിലുള്ള വഴികളും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുതന്നെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. ലഹരി നമ്മുടെ ജീവിതത്തെ മാത്രമല്ല, നമ്മുടെ സ്വപ്നങ്ങളെയും തകർത്തു കളയും.